ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. അപ്പോൾ എന്താണ് ഇന്നലെ നടന്ന സംഭവം എല്ലാവരും കണ്ടത്. റസ്മിനും ജാസ്മിനും ഇഷ്യൂ, അത് ലാലേട്ടൻ കൊടുത്ത ശിക്ഷ എന്താണ്, യെല്ലോ കാർഡാണ് കൊടുത്തത്. 2 ആഴ്ചത്തേക്ക് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് പോയിരിക്കുന്നു, അല്ല എവിക്ഷനിലേക്ക് ഇട്ടിരിക്കുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ട് മിക്കവാറും റോക്കി വരാൻ ചാൻസ്. റോക്കി എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ വരാൻ ചാൻസ് എന്ന് വെച്ചാൽ റോക്കിയും ഇതുപോലെ തന്നെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ടാണ് റോക്കിനും പറഞ്ഞിട്ടത്. രണ്ടും അതിനകത്ത് തീവ്രത അളക്കാൻ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. രണ്ടും ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ്. ഒരാളെ മേത്ത് അനുവാദം ഇല്ലാണ്ട് കയറി ഉപദ്രവിക്കുന്നതും ആ ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ്. അത് മൂക്കടിച്ച് പൊളിച്ചാലും തലയടിച്ച് പൊളിച്ചാലും കൊങ്ങക്കയറി പിടിച്ചാലും എല്ലാം ഒന്നും തന്നെ ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ്. അപ്പോൾ റോക്കി മിക്കവാറും ഒന്നാമത് റോക്കി അറിയില്ല, ചെറിയ കാര്യങ്ങളുണ്ട് ഇതിന് റോക്കി സോഷ്യൽ മീഡിയ വീഡിയോ വന്ന് അപ്ലോഡ് ചെയ്യാന്നാണ്. എന്താണ് ബിഗ് ബോസിനെ തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇത്ര 1 ലക്ഷം രൂപ തരാം, അങ്ങനെയൊക്കെ പറഞ്ഞ് വന്ന ആളാണ് റോക്കി. അപ്പം മിക്കവാറും ഈ റസ്മിനോട് കാണിച്ച ആ ഒരു കാര്യത്തിന് വേണ്ടി റോക്കി മിക്കവാറും സോഷ്യൽ മീഡിയയിൽ വരാൻ ചാൻസ് ഉണ്ട്. എന്നുവെച്ചാൽ ഈ റോക്കി ഇതുപോലെ തന്നെ സിജോനെ ചെയ്തപ്പോൾ അത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടായ കാര്യം തന്നെയാണ്. ചില പുള്ളിക്കാരന് ഇപ്പോഴും ആ വേദന മാറിയിട്ടില്ല, ബുദ്ധിമുട്ടുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോഴും അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷേ ആ സെയിം കാര്യം തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. എന്നിട്ടും ഇവർ അതിനെക്കുറിച്ച് യാതൊരു ആക്ഷനും വലിയ ആക്ഷൻ എടുക്കാണ്ടായിട്ട് എന്താണ് 2 വീക്കിലേക്കും എന്താണ് എവിക്ഷനിലേക്ക് വിട്ടേക്കണം. അതിനേക്കാൾ വലിയ കോമഡി എന്ന് വെച്ചാൽ ജാസ്മിനെയും ജിൻഡുനും അടിച്ചപ്പോൾ വലിയ കാര്യമാക്കിയില്ല ഇവർ. ഒന്നാമത്തെ ഒരു ശിക്ഷയും കൊടുത്തില്ല, വലിയ സംഭവിക്കില്ല. അടിച്ചല്ലേ ഓക്കെ എന്ന് പറഞ്ഞ് ജയിൽ നോമിനേഷനിക്ക് പണി വേണമെന്നൊക്കെ ചോദിച്ച് അതിനെക്കുറിച്ച് തമാശ രീതിയിൽ പോയി, വലിയ സംഭവമാക്കിയില്ല ജാസ്മിൻ. അപ്പം അതിനേക്കാൾ വലിയ സംഭവം ചെയ്തിട്ടും കൂടി ഇവർ ഇങ്ങനെ കാണിക്കണമെങ്കിൽ എന്ത് പറയാനാണ്? ശരിക്കും ഒരു ഫെയറായ കാര്യമല്ല ഇവർ കാണിച്ചത്, അൺഫെയർ തന്നെയാണ് കാണിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഒരാളെ ഫിസിക്കൽ അസോൾട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റിയ കാര്യമില്ലല്ലോ ഇവരെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ മൊത്തം പണി കിട്ടും, വേറെ ഒന്നുമല്ല. ഇതെന്ന് വെച്ചാൽ ഈ ഫിസിക്കൽ അസോൾട്ട് കാരണം പോയ കുറേ ആൾക്കാരുണ്ട്. ചെറിയ വലുതായിട്ടില്ല, ചെറിയ ഫിസിക്കൽ അസോൾട്ട് കാരണം പുറത്താക്കിയ സ്പോട്ട് എവിക്ഷൻ ചെയ്ത പല ആൾക്കാരും ഉണ്ട് ബിഗ് ബോസിൽ വന്ന് പുറത്തുള്ളപ്പോൾ. അപ്പോൾ അവർക്ക് ഇതൊക്കെ ഒരു മറുപടി, അവരുടെ ഭാഗം ഒരു മറുപടി കിട്ടും മിക്കവാറും ബിഗ് ബോസിന്. ആയിക്കണേ ഇവരൊക്കെ എന്തിനാ സേവ് ആക്കി, എന്തിനാണ്? ജാസ്മിന് പരാതിയില്ലാത്ത എനിക്ക് തോന്നുന്നു മിക്കവാറും ആകെ ഉണ്ടായ തോള് ഗബ്രി അത് പോയി. ഇനിയുള്ള ആകെയുള്ള താങ്ങായിട്ടുള്ളതാണ് എന്താണ് റസ്മിൻ. അപ്പോൾ റസ്മിനും കൂടി ഇപ്പോൾ ജാസ്മിനോട് ഒറ്റപ്പെട്ട പോലെ തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം റസ്മിൻ എന്താണ് പ്രശ്നമില്ല കെട്ടിപ്പിടിച്ച് അവിടെ നിന്ന് എന്താണ് ആ കൺഫ്യൂഷൻ റൂമിൽ നിന്ന് കെട്ടിപ്പിടിച്ച് എന്താണ് സങ്കടപ്പെട്ട് കരച്ചിലും. പിന്നെ ആ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ ഒരു ഫുഡ് കഴിക്കാൻ സമയത്ത് ശ്വേതമേനോൻ പറഞ്ഞു, അത് അപ്പോഴും ഇവർ കെട്ടിപ്പിടിച്ച് സോറി പറഞ്ഞ് നടന്ന്. ഒരാളെ കൊങ്ങക്കേറി പിടിച്ച് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും അത് ശരിയല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക? നിങ്ങളെ